Okay, hi guys. Fifth lecture വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് പാർട്ട് ഫിഫ്ത്ത് ലെക്ചർ വീഡിയോ 2.5ലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലോജിക്കാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഫിസ് ബസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. ആ ഗെയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ പറയുന്നതാണ്. അതായത് 3യുടെ മൾട്ടിപ്പിളിന് പകരം നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്യുവാണ്. 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യുവാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. 3യുടെ മൾട്ടിപ്പിൾ കൗണ്ട് ചെയ്യുമ്പോൾ അതിന് പകരം ഫിസ് എന്ന് പറയണം. 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന് പകരം ബസ് എന്ന് പറയണം. BUZ. നോക്കിക്കേ, ഇപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3ക്ക് പകരം ഫിസ്, 4 കഴിഞ്ഞിട്ട് 5 എന്ന് പറഞ്ഞാൽ 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, അപ്പം ബസ്. 6 എന്ന് പറയുമ്പോൾ 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്, അപ്പം ഫിസ്. ഇനിയും 5ന്റെയും 3യുടെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ ഫിസ് ബസ് എന്ന് പറയും. നോക്കിക്കേ, 7 8 9 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3യുടെ മൾട്ടിപ്പിൾ ഫിസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 3 ഫിസ്. 9 കഴിഞ്ഞിട്ട് 10 എന്ന് പറയുമ്പോൾ 5ന്റെ മൾട്ടിപ്പിൾ ആണ്, സോ അത് ബസ് വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. 11 12ന് പകരം 12 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, സോ അത് ഫിസ് ആയിരിക്കും. 13 14 15 എന്ന് പറയുവാണ് 5ന്റെയും 3യുടെയും മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ അത് ഫിസ് ബസ് എന്ന് പറയണം. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ ഈ സംഭവം പ്രോഗ്രാമിൽ എങ്ങനെയാക്കും അതാണ്. ഇതൊരു ചെറിയ പ്രോഗ്രാമിൽ ലോജിക്ക് അറിയാൻ വേണ്ടിയുള്ള സംഭവമാണ്. ഇതാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പ് ഒന്നും വേണ്ട. ഫോർ ലൂപ്പ് വേണം. ഫോർ ലൂപ്പിൻ സ്റ്റേറ്റ്മെന്റ് അകത്ത് വൈൽ ലൂപ്പ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫോർ ലൂപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് വെച്ച് നമുക്ക് ചെയ്യാം, അതറിയാലോ. ഫോർ ലൂപ്പ് വൈൽ ലൂപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ബ്ലോഗിൽ ഇടാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറയാം, കമന്റ് ചെയ്യുക. സോ ഇതിപ്പോ ഞാൻ 20 എണ്ണത്തിന്റെയാണ് എഴുതി വെച്ചേക്കുന്നത്. സോ 20 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 5, അപ്പൊ അത് ബസ് ആണ്. സോ 20 എണ്ണത്തിന്റെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ യൂസറിനോട് പറയണം എത്ര ലിമിറ്റ് വേണം. ഇപ്പൊ 20 ആണ് ലിമിറ്റ് എങ്കിൽ 20 വരെയുള്ള ഫിസ് ബസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അങ്ങ് ഇടുക. ഇത്രേ ഉള്ളൂ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ. സോ ഇതിന്റെ എങ്ങനെ ലോജിക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ അതിനെ എന്ത് ചെയ്യണം, 1 മുതൽ ലിമിറ്റ് വരെ അതിനെ കൊണ്ടുവരണം. അപ്പൊ 1 മുതൽ ഇപ്പൊ ലിമിറ്റ് ഇവിടെ ഞാൻ 20 ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ 20 വരെ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പൊ ആ പ്രോഗ്രാം എങ്ങനെയാണ് ലോജിക്കലായിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത് നോക്കുന്നു. സോ നമുക്കിവിടെ ആദ്യം എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യണം. സോ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി, ലിമിറ്റ് പറയാൻ വേണ്ടി, ലിമിറ്റ് യൂസറിൽ നിന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുല നമുക്കറിയാം. n is equal to ഇൻപുട്ട്. ഇൻപുട്ട് എന്താണ് പറയേണ്ടത് എന്നിട്ട് നമ്മൾ പറയണം എൻ്റർ ദ ലിമിറ്റ്. സോ ഒരു സ്ലാഷിനൂടെ കൊടുത്തേര്, കാരണം അടുത്ത ലൈനിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി. സോ ലിമിറ്റ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ലിമിറ്റ് എൻ്റർ ചെയ്തു. ഇപ്പം ഞാൻ ഈ ഒരു സംഭവമാണ്, ഈ ഒരു ഔട്ട്പുട്ട് ആണ് 20 ആണ്. 20 വരെ ഉള്ളു പ്രിന്റ് ചെയ്തേക്കുന്നത്. സോ 20 ആണ് നമ്മുടെ ലിമിറ്റ്. ഇനി നമ്മള് റൗണ്ട്സ് എത്ര റൗണ്ട് വേണം? 20 റൗണ്ട് വേണം. സോ 4 I in range 20 വരെയാണ് അല്ലേ? ഇപ്പൊ n ആണ് എങ്കിൽ എന്നിനേക്കാളും തൊട്ട് മണ്ട വരെ നിൽക്കണം അല്ലെ? 1ൽ തുടങ്ങി എന്നിനേക്കാളും തൊട്ട് മണ്ട വരെ നിൽക്കണം, മുകളിൽ വരെ നിൽക്കണം, അല്ലെങ്കിൽ അത് റീഡ് ചെയ്യത്തില്ല. സോ n+1. നെക്സ്റ്റ് ഫോർ ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ നമ്പർ എടുക്കണം. ഓരോ നമ്പർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഐയുടെ വാല്യൂ എന്തോ ആയി, 1 ആയി. ഇനി എന്തോ ചെക്ക് ചെയ്യണം, ഈ 1 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയാൻ വേണ്ടി മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുവാണെങ്കിൽ ഇതാണ് മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുവാണെങ്കിൽ നമ്മള് ഇപ്പം 10 മോഡുലസ് 5 എന്ന് പറയുമ്പോൾ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എത്രയാണ് അതാണ് നോക്കുന്നത്. 10 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ 0 ആണ്. കാരണം 5 × 2 10, കോഷ്യന്റ് 2, റിമൈൻഡർ 0 ആണ് വരുന്നത്. അപ്പൊ 10 mod 5 0 ആണ്. ഇനിയും 11 mod 5 നോക്കുവാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 11 mod 5 എന്ന് പറയുമ്പോൾ 5 × 2 10, 10 ബാലൻസ് റിമൈൻഡർ എന്ന് പറയുമ്പോൾ 1 വരും. അപ്പൊ 1. അപ്പം
മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേറ്റർ ആണ്. സോ അത് ആദ്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഏതൊരു നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലെ 5ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി ഇത്രയും ചെക്ക് ചെയ്താൽ മതി. അത് മോഡ് 5 ചെയ്യുമ്പോൾ 0 ആണോ, അതുപോലെ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി മോഡ് 3 ചെയ്യുമ്പോൾ 0 ആണ്. മോഡ് 3 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് എങ്കിൽ നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ, അതായത് ഡിവൈഡ് ചെയ്യുന്ന ഈ സാധനം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ആദ്യം ഐ എടുത്തിട്ട് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണോ 5ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന്. സോ 3യുടെ മൾട്ടിപ്പിൾ ആണ് ഫിസ്, 5ന്റെ മൾട്ടിപ്പിൾ ആണ് ബസ്. ഇനി ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണ് ഫിസ് ബസ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ അല്ല ആദ്യം നോക്കേണ്ടത്, 5ന്റെ മൾട്ടിപ്പിൾ അല്ല നോക്കുന്നത്, ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് നോക്കുന്നത്. കാരണം ആദ്യം ചെക്ക് ചെയ്യണം ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഫിസ് ബസ് എന്ന് പ്രിന്റ് ചെയ്യണം. ഇല്ല, അങ്ങനെ ചെക്ക് ചെയ്തില്ല എങ്കിൽ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾ മാത്രം ചെക്ക് ചെയ്യുവാണ് ആദ്യം. ഇപ്പൊ ഞാൻ ഇഫ് നമ്മൾ ഐ എന്ന് പറയുമ്പോൾ ഐ മോഡ് 3 എന്ന് പറയുന്നത് ഇങ്ങനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുവാണ് അല്ലെ, ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആദ്യം ഇത് 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിലും എന്തോ പ്രിന്റ് ചെയ്യും, ഫിസ് പ്രിന്റ് ചെയ്യും അല്ലെ. അപ്പം ഇത് അങ്ങനെയല്ല ആദ്യം നോക്കേണ്ടത്. ആദ്യം നമ്മൾ ഐ മോഡ് 3 ഈക്വൽ ടു 0 ആണോ നോക്കണം. ആൻഡ് നമ്മൾ പൈത്തണിനകത്ത് ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. ആൻഡ് എന്ന് പറയുമ്പോൾ എന്താണെന്നെങ്കിലും ഞാനത് പറയാം എന്താണെന്ന്. ആൻഡ് എന്ന് പറയുമ്പോൾ ആൻഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന, ആൻഡിന്റെ രണ്ട് സൈഡിലും കിടക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രം ട്രൂ റിട്ടേൺ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഇപ്പം ഇവിടെ ഞാനിപ്പോൾ ഐ മോഡ് 5 ഈക്വൽ ടു 0 എന്ന് പറയുവാണെങ്കിൽ ഈ ഡബിൾ ഈക്വൽ എന്ന് പറയുവാണെങ്കിൽ ചെക്ക് ചെയ്യുവാണ് LHSഉം RHSഉം ഈക്വൽ ആണോ ചെക്ക് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഡബിൾ ഈക്വൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. സോ മോഡുലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എന്ന് പറയുവാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ. അപ്പൊ ഐ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ അത് ഐ മോഡ് 3 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0 കിട്ടും. അപ്പൊ ഇത് രണ്ടും RHSഉം LHSഉം RHS സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഈക്വൽ ആണോ ചെക്ക് ചെയ്യാനുള്ള ഓപ്പറേറ്റർ ആണ് ഡബിൾ ഈക്വൽ. സോ ഐ മോഡ് 3 ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. സോ പക്ഷെ ഇവിടെ നമ്മൾ ആൻഡ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യത്തുള്ളൂ, ഇഫിനകത്തുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യത്തുള്ളൂ. ഇല്ല എങ്കിൽ ഇഫിനകത്തുള്ള സാധനം വർക്ക് ചെയ്യില്ല. സോ ഐ മോഡ് 5 ഈക്വൽ ടു 0 ആണോ, ഐ മോഡ് 3 ഈക്വൽ ടു 0, ഇത് രണ്ടും ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഇഫ് വർക്ക് ചെയ്യത്തുള്ളൂ. ഇഫ് വർക്ക് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ടു എന്ന് വെച്ചാൽ ഇത് രണ്ടും മൾട്ടിപ്പിൾ ആണ്, 3ന്റെയും 5ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്തോ പ്രിന്റ് ചെയ്യണം, ഫിസ് ബസ് എന്ന് പ്രിന്റ് ചെയ്യണം, ഫിസ് ബസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇത് രണ്ടും സാറ്റിസ്ഫൈ ഏതെങ്കിലും ഒന്നെങ്കിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഈ കണ്ടീഷൻ കേറില്ല. സോ ഈ കണ്ടീഷനിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് എലിഫ്. ഇനി ഈ ഒരു കണ്ടീഷൻ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി അത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഓരോന്നെടുത്ത് നോക്കണം. ആദ്യം നമ്മൾ നോക്കും ഐ മോഡ് 3 ഈക്വൽ ടു 0 ആണോ നോക്കുന്നു. സ്പേസിങ് അങ്ങ് യൂസ് ചെയ്തില്ല. അപ്പം ഓക്കെ, ഐ മോഡ് 3 ഈക്വൽ ടു 0 ആണോ നോക്കുന്നു. സോ അത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തോ പ്രിന്റ് ചെയ്യണം, ഫിസ് എന്ന് പ്രിന്റ് ചെയ്യണം. സോ ദ വാല്യൂ ഇസ് ഫിസ്. ഓക്കെ, അല്ല ഇനിയും അത് 5 കൊണ്ട് മാത്രമേ ഡിവിസിബിൾ ആവുള്ളൂ എങ്കിൽ ഐ മോഡ് 5 ഈക്വൽ ടു 0 ആണ് എങ്കിൽ എന്ത് ചെയ്യണം, ബസ് എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനിയും ഇത് രണ്ടും കൊണ്ടും ഡിവിസിബിൾ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എൽസ് കേസ് ഇതിലൊന്നുമില്ല, ഈ ഒരു കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ആ നമ്പർ എന്ത് ചെയ്യുന്നു. ഇപ്പൊ 1 ഉം 2 ഒക്കെ ഒന്നും 5ഉം 3ഉം കൊണ്ട് ഒന്നും ഡിവിസിബിൾ അല്ല. അപ്പൊ അത് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം,
പ്രിന്റ് ചെയ്യണം. ഇത് ഇവിടെയൊക്കെ കോളൻ ഉണ്ട് കേട്ടോ. സോ ഇവിടെയൊക്കെ കോളൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൽസ് കേസ് പറയാണ്. എൽസ് കേസിൽ ഇനി ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്പർ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ n പ്രിന്റ് ചെയ്യുക. സോ ഇത്ര ഉള്ളൂ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു ലോജിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഫസ്റ്റിൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്യാം. ട്രേസിങ് ആദ്യം കുറേ പഠിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നെ ട്രേസ് ചെയ്തൊക്കെ നോക്കണം. കാരണം ലോജിക് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് കുറേ നമ്മൾ പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രേസിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ആദ്യം നമ്മൾ ഈ ഒരു ഇൻപുട്ട് എന്നിൻ്റെ വാല്യൂ നമ്മൾ ഒരു 20 എന്ന് കൊടുത്തു. 20 എന്ന് കൊടുത്തു. ഐയുടെ വാല്യൂ ആദ്യം ഇനിഷ്യലൈസ് ആയി. എന്തുമായിട്ട് ഇനിഷ്യലൈസ് ആയി? 1 ആയിട്ട് ഇനിഷ്യലൈസ് ആയി. കാരണം ഫോർ ലൂപ്പിനകത്ത് എന്തുമായി? ഫോർ ലൂപ്പിനകത്ത് ഐ റേഞ്ച് 1 കോമാണ്. അപ്പം 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. എവിടെ വരെ പോകും? 20 വരെ പോകും. കാരണം n+1 വരെ പോകുന്നുണ്ട് അല്ലേ? ഫോർ ലൂപ്പ് നോക്കിയാൽ n+1. അപ്പം 21ന് തൊട്ട് താഴെയായ 20 വരെ ഇതാകുന്നു. i = 1 നോക്കുന്നു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. എന്തോ ചെക്ക് ചെയ്യുന്നു? ആദ്യത്തെ കണ്ടീഷൻ നോക്കുന്നു. i mod 3 = 0 ആൻഡ് i mod 5 = 0 ആണോ? ഇത് രണ്ടും കണ്ടീഷൻ തെറ്റാണ്. രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കണ്ടീഷനിൽ കയറുന്നില്ല. രണ്ടാമത് നോക്കുന്നു i mod 3 = 0 ആണോ? അല്ല. അപ്പൊ ഇതിലും കയറില്ല. പിന്നെ നോക്കുന്നു i mod 5 = 0 ആണോ? അല്ല, അതിലും കയറില്ല. വീണ്ടും എൽസിൽ കയറുന്നു. അങ്ങനെ ഔട്ട്പുട്ട് 1 എന്ന് മാത്രം പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫോർ ലൂപ്പിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് 1 വെച്ച് എന്തോ ചെയ്യുന്നു? ഇനിഷ്യലൈസ് ആകുന്നു. 1 വെച്ച് ഇനിഷ്യലൈസ് ആയിട്ട് വീണ്ടും എന്തോ ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. അത് ലെസ് ദാൻ n+1, അതായത് ലെസ് ദാൻ 21 ആണോ? ആണ്. ഇപ്പൊ ഇനി നോക്കുന്നു 2 mod 3 = 0 അതും 2 mod 5 = 0 രണ്ട് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങോട്ട് കയറില്ല. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തില്ലേ പോലും ഇതിനകത്ത് കയറില്ല. ഇനി നോക്കുന്നു ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? കയറില്ല. ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. വീണ്ടും എന്ത് ചെയ്യുന്നു? പ്രിന്റ് n തന്നെ വർക്ക് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 2. ഇനി തേർഡ് ഐറ്ററേഷനിൽ വീണ്ടും ഐയുടെ വാല്യൂ എന്തോ ആയി? ചേഞ്ച് ആയി, 3 ആയി. ഐയുടെ വാല്യൂ 3 ആവുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുന്നു. i mod 3 = 0 ആണോ? ആണ്. പക്ഷേ ആൻഡ് ആയതുകൊണ്ട് അപ്പുറത്തൂടെ നോക്കണം. ഇവിടെ ഇപ്പൊ ഓർ ആയിരുന്നെങ്കിൽ ഓർ, ഇതല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ആൻഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഇവിടെ ആൻഡ് ആയതുകൊണ്ട് അപ്പുറത്ത് കൂടെ നോക്കുന്നു. അപ്പുറത്ത് അപ്പം 3 mod 5 = 0 അല്ല. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഫുൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷന് കയറില്ല. നേരെ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ i mod 3 = 0 എന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് വർക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫിസ് പ്രിന്റ് ആവുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഫിസ് പ്രിന്റ് ആയി. അടുത്തായി അഗെയിൻ ഫിസ് പ്രിന്റ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുന്നു. ഇത് പ്രിന്റ് ആവില്ല. കാരണം എലിഫിന്റെ ഇഫ് എലിഫ് എൽസിന്റെ അകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കഴിയും കേട്ടോ. സോ അവിടെ കൊണ്ട് തീർന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു. വീണ്ടും ഐയുടെ വാല്യൂ എന്തോ ആയി? 4 ആയി. ഓക്കെ, ഐയുടെ വാല്യൂ 4 ആകുന്നു. 4 നോക്കുന്നു. ഇതേ കണ്ടീഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇങ്ങനെ പോകും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇനി ഐയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുന്നു. i = 5 ആയി. നേരെ നോക്കുന്നു. അപ്പൊ ഈ ഒരു കണ്ടീഷൻ, അപ്പം i = 5 ആകുമ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ ആൻഡ് ആയതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ഇങ്ങോട്ട് കയറില്ല. രണ്ടാമത് ഇവിടെ കയറി നോക്കും. ഇതും പറ്റില്ല. ഇവിടെ കയറി നോക്കുക. 5 mod 5 = 0. 5 / 5 എന്ന് പറയുമ്പോൾ കോഷ്യന്റ് 1, റിമൈൻഡർ 0. സോ ബസ് പ്രിന്റ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എവിടെ വരെ പോകും? ലിമിറ്റിന്റെ അവിടെ വരെ പോകും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം ഇവിടെ റൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി നേരെ തിരിച്ച് ഇപ്പൊ ആദ്യം ഇത് 3 കണ്ടീഷൻ അല്ലേ? നമ്മളിപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, ആദ്യം ഇതങ്ങ് എഴുതുക, പിന്നെ ഇത് എഴുതിയാൽ എന്താ പ്രശ്നമെന്ന്. ആദ്യത്തെ ഇഫ് കണ്ടീഷനിൽ i mod 3 = 0 എഴുതുക, പിന്നെ ഇത് എഴുതുക, പിന്നെ ഈ മണ്ടക്കത്ത് എഴുതിയാൽ മതിയല്ലോ എന്ന് നമുക്ക് ഒരു പക്ഷെ ചോദിക്കും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇപ്പം 15ന്റെ കേസ് വരുമ്പോൾ i = 15 ആകുമ്പോൾ ആദ്യം ഇത് നോക്കുവാണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? ഫിസ് പ്രിന്റ് ചെയ്യുന്നു. രണ്ടാമത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു?
ബസ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഫിസിന്റെ താഴെ ബസ് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇതും എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും പ്രിന്റ് ചെയ്യും. അപ്പൊ ഫിസ് ബസ് എന്ന് പറയും. അങ്ങനെ പ്രിന്റ് ചെയ്യും. അപ്പൊ എന്തോ കണ്ടീഷൻ, ആ ഒരു സംഭവം തെറ്റാണ്. അതുകൊണ്ട് ഈ ഒരു ഓർഡർ ചെയ്താൽ ഈ ഒരു ഗെയിം അതുപോലെ വർക്ക് ആവുള്ളൂ. സോ നമ്മൾ ഇതിനെ ഫുൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്ത്. അപ്പോൾ പ്രിന്റ് ഓഫ് എൽസ് കേസ് പ്രിന്റ് ഓഫ് n അല്ല കേട്ടോ, പ്രിന്റ് ഓഫ് 5 ആണ്. സോ പ്രിന്റ് ഓഫ് 5 ആണ്. ജസ്റ്റ് ലുക്ക് അറ്റ് പ്രിന്റ് ഓഫ് 5. ഒരു പുതിയൊരു പ്രോജക്റ്റിന് റൈറ്റ് ക്ലിക്ക് എന്നൊക്കെയാണ് നമ്മൾ ഒരു സംഭവം, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്ത് പ്രിന്റ് ഓഫ് 5 ആണ്, n അല്ല. n എന്ന് പറയുമ്പോൾ ലിമിറ്റ് ആണ്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ ആദ്യം അവർ ലിമിറ്റ് ചോദിക്കും. സ്ലാഷിനുണ്ട്, അതുകൊണ്ട് ലിമിറ്റ് താഴെ ആയിരിക്കും വരുന്നത്. നമ്മൾ 20 എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുമ്പോൾ നോക്ക്, ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ 1 2 ഫിസ് 4 ബസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൾട്ടിപ്പിൾ ആണ്. ഏതിന്റെ? 5ന്റെ മൾട്ടിപ്പിൾ. 6 എന്ന് പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഫിസ് ആയി. വീണ്ടും 7 8 7 8 ഒന്നിന്റെ 3ന്റെ 5ന്റെ മൾട്ടിപ്പിൾ അല്ല. 9 എന്ന് പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആണ്, ഫിസ് ആയി. 10 എന്ന് പറയുമ്പോൾ 5ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് ബസ് ആയി. 12 എന്ന് പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ ഫിസ് ആയി. 15 എന്ന് പറയുമ്പോൾ 2ന്റെ മൾട്ടിപ്പിൾ ആണ്, ഫിസ് ബസ് ആയി. ഇനി നിങ്ങൾ ഇത് തലയിരിച്ചൊക്കെ നോക്കണം. ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്യാൻ ഓക്കെ, സമയമുണ്ട്, കുഴപ്പമില്ല. തലയിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല. ഞാനത് കാണിക്കാം. എന്തുകൊണ്ടാണ്, നിങ്ങളൊന്ന് എന്താ പറയുക, സമാധാനമായിട്ടിരുന്നൊന്ന് ചിന്തിച്ചാൽ മതി. അല്ലെ ട്രേസ് ചെയ്ത് നോക്കിയാൽ മതി. ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താണെന്ന് മനസ്സിലാവും. കാരണം 15ന്റെ കേസ് വരുമ്പോൾ അത് വർക്ക് ആവില്ല. ഇപ്പം നമ്മൾ റൺ ചെയ്യുന്നു. വെർട്ടിക്കൽ സ്പേസിങ്ങിന് കുഴപ്പമില്ല, ഹൊറിസോണ്ടൽ സ്പേസിങ്ങിനുള്ള കുഴപ്പം. സോ 20 എന്ന് ഞാൻ എൻ്റർ ചെയ്തു. ഇത് കണ്ട, ഈ ഒരു സാധനം കണ്ട, 14 കഴിഞ്ഞിട്ട് 15ന് പകരം എന്തോ നമ്മൾ ഫുൾ ഔട്ട്പുട്ട് തെറ്റാ വരുന്നത്. ആദ്യം നോക്കിക്കേ, സോറി, എലിഫ് ആണ്. ഓക്കെ, ഇനി നമ്മളൊന്ന് റൺ ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ഔട്ട്പുട്ടും കിട്ടില്ല ഈ ഒരു കേസിനകത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പൊ ഈ ഇഫ് കണ്ടീഷൻ ഒറ്റ തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും നോക്കില്ല. എലിഫോ എൽസോ ഒന്നും നോക്കില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഈ ഒരു ഇഫ് എലിഫ് എൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കണ്ടീഷനെയും നോക്കില്ല, അത് നേരെ എക്സിറ്റ് ആയി വരും. അപ്പൊ ഇവിടെ അതുപോലെയാണ് നടന്നത്. ആദ്യം 15ന്റെ കേസ് വന്നപ്പോഴേ, ഇപ്പം 8 9 14 കഴിഞ്ഞ് 15ന്റെ കേസ് വന്നപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ആദ്യം സാറ്റിസ്ഫൈ ചെയ്തത് അല്ലേ. അപ്പോൾ I mod 5 = 0. അപ്പം ബസ് മാത്രം പ്രിന്റ് ചെയ്യും. ഒരിക്കലും പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇത് ഈ ഒരു സംഭവത്തിൽ എക്സിറ്റ് ആവും. ഇത്രയും സാധനം ഒരു ബ്ലോക്കാണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്, പിന്നെ വേറെ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ അപ്പം തെറ്റാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഇതങ്ങ് ചെയ്യും. ആദ്യം തന്നെ മുമ്പേ ചെയ്ത പോലെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെടുത്ത് മണ്ടയ്ക്ക് ഇടുക. പിന്നെ ബാക്കിയുള്ള താഴെ നോക്കുമ്പോൾ റെഡിയാവും. സോ അത്രേ ഉള്ളൂ ഈ പ്രോഗ്രാം. ഇതിന്റെ ലോജിക്കിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. സോ ലേൺ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. അത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. താങ്ക് യു.